മണിയേട്ടാ, എന്റെ വീടും കൂടെ ചേർത്ത് 5 വീട്ടിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഒറ്റ എവിഡൻസ് പോലും കിട്ടിയിട്ടില്ല. ഈ FIR കോപ്പീസ് അല്ലാതെ വേറെ ഡീറ്റെയിൽസ് വല്ലതും ഉണ്ടോ? സാർ, അവർ ഈ നാട്ടിലുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നില്ല. എന്തെന്ന് വെച്ചാ അവര് നീറ്റായിട്ട് പ്ലാൻ ചെയ്താണ് ഈ മോഷണങ്ങൾ നടത്തുന്നത്. തെളിച്ച് പറയണമെങ്കിൽ മോഷണം നടന്നു കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെയാണ് നമ്മൾ അറിയുന്നത് അവിടെ മോഷണം നടന്നു എന്ന്. വെൽ പ്ലാൻഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് വീട്ടിനെ കുറിച്ചും വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ചും എല്ലാ ഡീറ്റെയിൽസും മുഴുവനായിട്ട് അറിഞ്ഞിരിക്കണമെങ്കിൽ അവൻ ഈ നാട്ടുകാരനായിരിക്കണം. ഇത്രയും വിവരങ്ങൾ അവൻ ശേഖരിക്കണമെങ്കിൽ ഈ നാട്ടുകാർക്ക് നല്ല പരിചയമുള്ളവനായിരിക്കണം. ഫോർ എക്സാമ്പിൾ, സെയിൽസ്മാൻ. ഈ സെയിൽസ്മാൻമാരെല്ലാം നാട് ചുറ്റുന്നവരാ. ഏത് വീട്ടിലും കയറാം, എല്ലാവരോടും സംസാരിക്കാം, ആർക്കും ഡൗട്ടും വരില്ല. പക്ഷേ ഈ നാട്ടിലൊരു സെയിൽസ്മാൻ, ഐ ഡോണ്ട് തിങ്ക് സോ. ഇവർക്ക് വേറെ വല്ല കച്ചവടമായിരിക്കും. എന്നുവെച്ചാ പച്ചക്കറി വിൽക്കാം, പൂവും പഴങ്ങളും വിൽക്കാം, ഈ കാൻഡീസ്, ഐസ്ക്രീം. ഇനിയിപ്പോ മീൻകാരൻ അവന് സാധ്യതയുണ്ട്. സർവീസ് ഓറിയന്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ പോസ്റ്റ്മാൻ, കേബിൾ ഓപ്പറേറ്റർ, ലൈൻമാൻ. എനിക്കെന്താ തോന്നുന്നു വെച്ചാൽ ഇവർ ഈ ജോലികളിൽ ഏതോ ഒന്ന് ചെയ്ത് നമ്മുടെ നടുക്ക് തന്നെ ജീവിക്കാൻ. സാർ, നമ്മുടെ നാട് അടുത്തുള്ള പ്രദേശങ്ങൾ നന്നായി അറിയാവുന്ന ഒരാളുണ്ട് സാർ. അവനൊരു മീൻകാരനാണ്, പേര് നാഗ. പക്ഷെ അവൻ വളരെ നല്ലവനാണ് സാറേ. അവൻ ഈ വഴിക്ക് വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റേഷനിൽ കയറാതെ പോയില്ല സാറേ. അത് തന്നെ ആകണമെന്നില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. ശരി, ആ ലാൻഡ് കേസിന്റെ ഫയൽസ് ഒന്ന് കൊണ്ടുവരുമോ? ആയിക്കോട്ടെ സാർ, ഇപ്പൊ തന്നെ കൊണ്ടുവരാം. ഇത് നോക്കിയെന്നാകാ, സത്യം പറയുകയാണെങ്കിൽ അത് SIന്റെ വീടാ. പുതിയതായി വന്ന SI. അവൻ ആരാ, എങ്ങനത്തെവനാന്ന് ആർക്കും അറിയില്ല. ജോസ്, നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതാ നമുക്ക് നല്ലത്. പഴയതോ പുതിയതോ, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ നമ്മുടെ പണി നമ്മൾ ചെയ്യണം. മറ്റൊന്നും തന്നെ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. എടാ, നമ്മുടെ പണി നമ്മൾ മര്യാദയ്ക്ക് ചെയ്യുവാണെങ്കിൽ മറ്റതിനെ കുറിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പാവം ആ SI നമ്മൾ ആരാടെന്നുള്ള കാര്യം ഇപ്പൊ അവന് നന്നായി മനസ്സിലായി കാണും. kilometers, 7 kilometers, and 4 kilometers.
ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ടാർഗറ്റ്. മണി, സാർ പറയൂ സാർ. ആദ്യത്തെ മോഷണം നടന്നത് ഈ 3 കിലോമീറ്റർ സറൗണ്ടിങ്സിലാണ്. ഈ 3 കിലോമീറ്റർ സറൗണ്ടിങ്ങിലുള്ള എല്ലാ വീടുകളുടെയും ഡീറ്റെയിൽസ് എനിക്ക് വേണം. ഓക്കെ സാറേ. സാറിന് എന്തിനാ ഇത്ര ദേഷ്യം? മോഷണം ആദ്യത്തെ ദിവസം നടന്നതുകൊണ്ടാണോ? ആ നടന്ന മോഷണത്തെക്കുറിച്ച്, അതും പോലീസിന്റെ വീട്ടിൽ തന്നെ. അതിലും എന്റെ വീട്ടിലാണല്ലോ നടന്നത്. നോക്ക്, കൂടുതലൊന്നും ആലോചിക്കണ്ട. നടന്നത് എന്തായാലും നടന്നു. ഡോണ്ട് സ്ട്രെസ് യുവർ സെൽഫ്. നിന്റെ ചെയിനല്ലേ പോയത്? എന്റെ മാനോ പോയത്? ശരി, നമുക്ക് അത്താഴം കഴിക്കാം. ശേഖർ, ആ ഫയൽ എടുത്തോണ്ട് വാ. കൊണ്ടുവരാം സാർ. സാർ, നമസ്കാരം മണിയണ്ണ. നമസ്കാരം. എന്നാ ഇത് പിടിക്കും. എന്താ നാഗ, 2-3 ദിവസമായിട്ട് ആളെങ്ങോട്ട് കണ്ടില്ലല്ലോ? അതിന് മീനൊക്കെ കിട്ടിയിട്ട് വേണ്ടേ? അല്ലണ്ണ, പുതിയ ഓഫീസർ വന്നെന്ന് കേട്ടു. ആ അതെ. ഒന്ന് പരിചയപ്പെടുത്തിക്കൂടെ? ഇപ്പൊ അധികം ടെൻഷനിലാണ്. ആഹാ. നീ ഇന്ന് ചെല്ല്, ഞാൻ പിന്നെ ഒരു ദിവസം പരിചയപ്പെടുത്താം. അതെയോ? ആ എന്നാ ശരിയണ്ണ. ശരി. ഓ, സാർ, നാളെ തൊട്ട് ഈ ഏരിയ മുഴുവനും ക്ലോസ് മോണിറ്റർ ചെയ്യണം. ആരാണെങ്കിലും ഡൗട്ട് തോന്നി അറസ്റ്റ് ചെയ്യാം. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ശരി സാറേ. നമസ്കാരം ശേഖരട്ടാ. നീ എന്താടാ ഇവിടെ? ഷാമ്പു വാങ്ങിയ വന്നാ? എന്നാ ശരി, ചെല്ല്. ആ, നമസ്കാരം സാറേ. ആ നമസ്കാരം. എന്താ ഇവിടെ? ഇവിടെ എന്താ വെറുതെ ശ്രീ, മറ്റേ- സുഖാണോ? സുഖേട്ടാ. ഒരു മരം വീണു എന്ന് പറഞ്ഞ ഇവിടെ ആ അടുത്താ? അതെ, ഇവിടെ അടുത്താ വീണത്. ഓ, ആ മരം മുറിച്ചെടുക്കാൻ വേണ്ടിയാണോ നിങ്ങൾ വന്നത്? ആ അതെ സാർ, ആ മരം. ഉം, ഉം.
ഒരു 5 മിനിറ്റ് പുറത്ത് വെയിറ്റ് ചെയ്യേ. ആദ്യത്തെ മോഷണം ഈ 9 വീടുകളിൽ ഒരു വീട്ടിലാണ്. ആദ്യത്തെ ഈ 3 വീടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ വീടുകളിൽ പട്ടികളുണ്ടായിരുന്നു, അതുകൊണ്ട് ധൈര്യപ്പെടില്ല. 4-മത്തെ 5-മത്തെയും വീട് ഒറ്റ കോമ്പൗണ്ട്, ജോയിന്റ് ഫാമിലി, കൂടുതൽ ആൾക്കാരുള്ളതുകൊണ്ട് അങ്ങോട്ടടുക്കില്ല. 6-മത്തെ വീട്ടിൽ ബാച്ചിലേഴ്സ് ആയതുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. 7-മത്തെ വീട്ടിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട്. 8-മത്തെ വീട്ടിൽ CCTV ക്യാമറസ് ഫിറ്റഡാ. ഒരു വഴിയില്ല. ഇനി ബാക്കിയുള്ളത് 9-മത്തെ വീടാ. അവസാനമായിട്ടുള്ളത് ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന വീട്. ഈ വീട്ടിലാ നമ്മുടെ കളി. ആ വീട്ടിലുള്ളത് 2 പേര്. അവിടെ ഉള്ള 2 പേരും പ്രായമായവരാ. പ്രായമായവർക്ക് അത്രയും സെക്യൂരിറ്റി ഉണ്ടാവില്ല. അകത്ത് പോയിട്ട് പുറത്തു വരാൻ 1 സെക്കൻഡ് മതി. പക്ഷേ അവിടെ എപ്പോഴും പോലീസുകാർ റൗണ്ട്സിലായിരിക്കുമല്ലോടാ. അവരെ ഡ്യൂട്ടി അതല്ലേടാ. ആ വീട് തന്നെയാണെന്ന് നിങ്ങൾ എങ്ങനെ കൺഫേം ചെയ്യുന്നത്? കള്ളന്മാരെ പിടിക്കണമെങ്കിൽ കള്ളത്തരം തന്നെ കാണിക്കണം. പോലീസിന്റെ അടുത്ത് നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ പോകുന്ന വഴിയിൽ ഒരു ക്ലൂ പോലും ഉണ്ടാകാൻ പാടില്ല. ഇന്ന് തൊട്ട് ദിവസം അവിടെ പോലീസുകാരെ കാവൽ നിർത്തണം. ബാക്കിയുള്ള കാര്യങ്ങൾ കിഷോർ ശ്രദ്ധയോടെ നോക്കണം. ആൻഡ് ആ വീട്ടുകാരോട് എനിക്കൊന്ന് സംസാരിക്കണം. നേരിട്ട് കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ വീട്ടിൽ ഒരു മോഷണം നടക്കാൻ പോകുന്നതായി എനിക്കൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് 2 പോലീസുകാരെ ഞാനിവിടെ കാവൽ നിർത്തുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിലുള്ള സ്വർണം, പണം, വെള്ളി ഇതെല്ലാം സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റണം. അതുമാത്രമല്ല, നിങ്ങളുടെ വീട്ടിന് ചുറ്റും ഇതുവരെ കാണാത്ത ആൾക്കാരെയോ വിചിത്രമായോ അല്ലെങ്കിൽ സംശയാസ്പദമായോ എന്ത് കണ്ടാലും ഈ നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കണം. ശരി സാറേ.